ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എണീറ്റ് വന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശ്രുതി. ഞാൻ ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലിലും സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണ്ടിന് സംക്രാന്തിക്കൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇനി ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. എന്നുവെച്ചാൽ നമുക്കൊരു സംഭവമില്ലേ, ഇപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളത് പുറത്തേക്ക് കാണിക്കുള്ളൂ. അങ്ങനൊരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ ആണേ. അതെല്ലാ രീതിയിലും മറ്റേ ആ എഡിറ്റിങ്, സൗണ്ടിങ്, മറ്റേ സാധനങ്ങൾ, വലിയ എഡിറ്റിങ് ഒന്നും അറിയില്ല, പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറത്തിടുള്ളൂ, അപ്ലോഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ലോങ് വീഡിയോ എല്ലാം അങ്ങനെയാ. ഇതിങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കി നിന്നിട്ട് എൻ്റെ ഗാലറി ഇപ്പൊ ഫുള്ളായി. ഇപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്ന മിക്കവർക്കും അറിയാം സ്റ്റോറേജിന്റെ ഇഷ്യൂ. എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ എടുക്കൂല. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ അവിടെ എടുക്കാണ്ട് പോകും. എന്നാ ഉള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുവോ, അതുമില്ല. മൊത്തത്തില് എന്നോട് ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയും, വീഡിയോ ഒന്നിടുന്നത്. പക്ഷെ സത്യം പറയാലോ, എനിക്കെന്നെ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിങ്ങനെ ചെയ്യാം അറിയാൻ പാടില്ല. പക്ഷെ ഇനി മുതല് ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ എന്തായാലും എനിക്ക് ഉറപ്പാണ്, എൻ്റെ വീഡിയോ കാണാൻ ഒരു 3-4 പേര് എന്തായാലും ഉണ്ടാവും. അച്ഛ, അമ്മ, എൻ്റെ അനിയത്തി ജന്മത്തോള് കാണൂല. അത് അത്ര അവൾക്ക് ഉപയോഗമുള്ള വീഡിയോ, അവളുള്ള വീഡിയോ പോലും അവളുള്ള പോർഷൻ മാത്രമേ അവള് കാണുള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കൂട്ടുന്നില്ല. അല്ലാണ്ട് അച്ഛയും അമ്മയും കാണും. പിന്നെ എൻ്റെ ബന്ധുക്കള് കുറച്ച് പേര്, ഒരു 2-3 പേര്, അത്ര ഒന്നുമില്ല, ഉള്ളവര് എന്തായാലും ഒരു 3-4 പേര്. പിന്നെ എൻ്റെ 2-3-5 ഫ്രണ്ട്സും. എന്തായാലും 10 വ്യൂസ് ഈ വീഡിയോക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അത് മതി, ഉള്ളത് മതി. പക്ഷെ എന്നാലും ഞാൻ ഒരു മടിച്ചല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഇനി മുതൽ ഞാൻ മടിച്ചായിരിക്കില്ല. ഞാൻ ഉള്ളതല്ല എൻ്റെ അത് ലോങ് വീഡിയോ തന്നെ ഇടാൻ പോവാ. കാരണം എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ആൾക്കാർ കാണും, ഇങ്ങനെ തട്ടി പോകുമ്പോൾ കണ്ട് തട്ടിക്കളയും. ലോങ് വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളെ വേണ്ട ആൾക്കാരായിരിക്കൂലേ. അപ്പൊ അങ്ങനെയുള്ളവർക്കല്ലേ നമ്മൾ ഇത് കൊടുക്കേണ്ടത്, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ അങ്ങനെ വിശേഷങ്ങൾ പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറയും. അപ്പൊ എന്നെ വേണ്ടവർക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ കട്ട് പോലും ചെയ്യൂല, ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യൂല, ഇതിങ്ങനെ തന്നെ ഞാൻ ഇടും. പിന്നെ അഥവാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഹൗസ് ബിൽഡിങ്, ജർമ്മനി അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് പറയും. ഇങ്ങനെ തമ്പനയിലിൽ ഞാൻ കൊടുക്കും, ഇങ്ങനെ ഇന്ന ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ജർമ്മനിനെ പറ്റി എന്ന് പറയും. അപ്പോൾ അവർ വന്നിട്ട് ഇത് കണ്ടോട്ടെ, അല്ലാത്ത അത് എന്നെ ഇഷ്ടമുള്ളവർ അല്ലാണ്ട് കണ്ടോട്ടെ, എന്നാലും ഞാൻ വീഡിയോ ചെയ്യും. ഇപ്പം ഞാൻ നമ്മൾ എണീറ്റ പാടെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് നീറ്റാക്കി ഇടണം. സോ ഞാൻ അത് ഞാൻ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് തുണിയൊക്കെ ഉണ്ടാകും, നമുക്ക് മടക്കി വെക്കാം. നമ്മളിപ്പോഴും പെർഫെക്ഷൻ നോക്കാൻ പാടില്ല, നമ്മൾ ചെയ്യുന്നുണ്ടോ കൺസിസ്റ്റൻസി, അതാണ് നമുക്ക് മുഖ്യം. അപ്പം ഞാൻ ഇനി അടുത്ത പല്ല് വെക്കാൻ പോവാണ്. അപ്പം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് ഇപ്പോൾ വരാവേ. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി. എൻ്റെ വീഡിയോ മുന്നേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ കുറേ കുറഞ്ഞു. അപ്പം അതിനുള്ള മെയിൻ ഒരു കാര്യമാണ്, ഞാനിപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് മുഖത്ത് തുണി യൂസ് ചെയ്തിട്ട് തുടയ്ക്കാറില്ല. തുണി എന്ന് വെച്ചാൽ ഇങ്ങനെ തോർത്ത് വെച്ച് മുഖം തുടയ്ക്കാറില്ല. എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് മുഖം തുടയ്ക്കാറ്. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ എൻ്റെ മുഖത്തെ എനിക്ക് വേറെ അണുക്കൾ വരാണ്ട്. മീൻസ് നമ്മളിപ്പോൾ തോർത്തൊക്കെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഫേസ് തുടയ്ക്കാനായിട്ട് തന്നെ. പക്ഷെ എന്നാലും നമ്മൾ ഒരു ദിവസം നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെയും മുഖം തുടയ്ക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി അത് തന്നെ എടുത്തല്ലേ തുടയ്ക്കണേ. അപ്പം അണുക്കൾ അതിനകത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ഫേസ് ടിഷ്യൂ മേടിക്കണതാണ്. ഇവിടെ ഇപ്പോൾ അത്ര പൈസ ഇല്ല ടിഷ്യൂ മേടിക്കണേന്, നാട്ടിലും അത്ര പൈസ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ മുഖത്ത് ഒത്തിരി പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ടിഷ്യൂ യൂസ് ചെയ്ത് നോക്ക്, ഈ മുഖം തുടയ്ക്കാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ പറയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയണമല്ലോ. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എത്രയറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ മുഖം
ഇത് ഒക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ തേച്ചില്ല, നമ്മള് അതിന്റെ പേരെന്താ, അതായത് നമ്മള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്യാം മുഖത്ത്. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ, ഞാൻ യൂസ് ചെയ്യാറുള്ള മോയ്സ്ചറൈസർ. ഇത് നല്ല മോയ്സ്ചറൈസറാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. ഈ ലിപ് ബാമാണ് യൂസ് ചെയ്തത്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ. അപ്പം ഈ ലിപ് ബാം ഇങ്ങനെ കുറച്ചെടുത്ത് എൻ്റെ മുഖത്തിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് എന്താക്കാം, ഇനി നമുക്ക് മുടി ചീവാം. മുടി ചീവാം. ഇനി നമുക്ക് മുടിച്ചു. അപ്പം ഞാൻ കണ്ടുപിടിച്ചാണേ. എനിക്ക് ഇപ്പം ഇതിനോട് എതിരഭിപ്രായമുള്ളവരുണ്ടാവുക, പ്രായമായവരൊക്കെ നല്ല പ്രായമായവരെന്ന് പറയുമ്പോൾ ഞാനും പ്രായമായത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് വലിയ ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടാവും. എനിക്ക് മുടി ഇങ്ങനെ പിന്നിട്ടാൽ അതിന് മടങ്ങിടുക, പിന്നിടുക, നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതായത് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ വരും, ഇങ്ങനെ പുറത്തേക്ക് വരും. എന്നിട്ട് കൂടുതലും ചെടയാവുക ചെയ്യുക, ഇങ്ങനെ കെട്ടുകൂടൂല്ലേ, ചെടയാവുക, അങ്ങനെ ആവും. ആ സ്ഥാനത്ത് ഞാൻ മുടി അഴിച്ചിടുന്നെങ്കിൽ, അഴിച്ചിങ്ങനെ ഇടുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ മുടിയിൽ അങ്ങനെ അധികം ചെടയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഇങ്ങനെ ഒത്തിരി മുടിയിൽ ചെട വന്നു കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് തന്നെ ഒരു എന്താ പറയുക, ഈ ഒരു ഇത് മാറൂലേ, ഈ ഒരു പിടുത്തം. അപ്പോൾ ഇപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുടി മുറിച്ചായിരുന്നു കേട്ടോ. ഞാൻ അതിനെപ്പറ്റി ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ നാട്ടിൽ നിന്ന് മുറിച്ചത്. അപ്പം കുറച്ചേ മുറിച്ചുള്ളൂ, ജസ്റ്റ് ഇങ്ങനെ അറ്റമൊക്കെ മുറിച്ചൊന്ന് വൃത്തിയാക്കി എടുത്തായിരുന്നു. ഞാനൊരു ഹെയർ സ്പാ, ആദ്യമായിട്ട് ഞാൻ എൻ്റെ തലമുടിയിൽ ഒരു പ്രോട്ടീൻ സ്പാ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മുടി ഒന്ന് അറ്റവും മുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ മുടി ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ അടി ഇങ്ങനെ മുടി, എല്ലാവരും കമൻറ്റിലൊക്കെ ഇങ്ങനെ മുടി എങ്ങനെ കെയർ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ മുടി കെയർ ചെയ്യാറില്ല. കെയർ ചെയ്യുന്നവർക്കല്ലേ മുടി കെയർ ചെയ്യുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഓവറായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, അതിൻ്റെ ആ ഭംഗി അങ്ങ് പോകും. ചില റിലേഷൻഷിപ്പൊക്കെ കാണാറില്ലേ, നമ്മൾ ഒത്തിരി കെയർ ചെയ്ത് സ്നേഹിക്കും, നമ്മൾ ആത്മാർത്ഥത അങ്ങ് വാരി തൂകും. അത് നോക്കിക്കോ, അത് പൊട്ടിയിരിക്കും, അത് പോകും. അതേപോലെ തന്നെയാണ് ഈ മുടിയുടെ കാര്യം. ഞാൻ തിരിഞ്ഞങ്ങനെ നോക്കൂല. എന്നാൽ ഞാൻ നന്നായി നോക്കുന്ന സമയത്തോ പശു നക്കിയ പോലെ കിടക്കും എൻ്റെ മുടി മര്യാദയ്ക്ക്. അതുപോലെ ഫേസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ ചില സമയം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അതിൻ്റെ പേരെന്താ, ഇങ്ങനത്തെ ഫേസ് പാക്കുകളും കാര്യങ്ങളൊക്കെ ഇടും. പിറ്റേന്ന് കാണണം, പിറ്റേന്നല്ല, ആ ഒരു ആഴ്ച ഫുൾ എൻ്റെ മുഖം നാറെ കുരുവായി. ഇപ്പം നോക്കി ഞാൻ അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല. മുഖം കഴുകും, മോയ്സ്ചറൈസർ ഇടും. പിന്നെ ചൂടുള്ള ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടാണ്, വിൻ്ററിന് സൺസ്ക്രീൻ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വെയിലുള്ള സമയത്ത് ഞാൻ സൺസ്ക്രീൻ ഇടുമായിരുന്നു, നാട്ടിൽ നിന്ന് ഇടും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് നമ്മളിത് ഇങ്ങനൊരു വിഷു വെച്ചിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ്സല്ലേ കാണാൻ. അപ്പം ഇങ്ങനെ ഇതങ്ങ് ടൈ ചെയ്തിട്ടു. ഇത് വൈകുന്നേരം ആയാലും ഇങ്ങനെ തന്നെ വെക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ മുടി പിന്നെ ഇടുമ്പോൾ വരുന്ന പോലത്തെ ഇങ്ങനത്തെ പ്രശ്നമില്ല. മുടി കെട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ മുടി ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അതിപ്പോൾ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനമല്ല, ഇങ്ങനെ മുടി പുറത്ത് ഇങ്ങനെ പാറി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് ജെല്ലി പോലത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ
മുടി ഇങ്ങനെ ഒട്ടിയിരിക്കും. ഞാനങ്ങനെ അതിങ്ങനെ ഉപയോഗിക്കാറില്ല. അതായത് എൻ്റെ മുടി നന്നായി പാറും, ഇനി എനിക്കത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ പാറുന്നതുണ്ടെങ്കിൽ നിങ്ങൾ മടുത്ത് വർത്താനം പറഞ്ഞേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വർത്താനം പറയും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വൃത്തിയാക്കാൻ പോവാം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇനി ഒന്നും എന്താ പറയുക, ഇങ്ങനെ നെഗറ്റീവ്സ് കാണിക്കാണ്ട് പോസിറ്റീവ്സ് മാത്രം കാണിച്ചാണ് ഞാൻ ഇത്രയും കാലം വീഡിയോ ചെയ്തിരുന്നത്. നമ്മൾക്കിനി നെഗറ്റീവ്സും കാണും. നെഗറ്റീവ്സ് എന്നല്ല, ഇതൊരു നെഗറ്റീവ് ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇപ്പം ഇത് നോക്ക്, ഇപ്പം ഹാളിൽ കണ്ടോ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കണത്, വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ ഒരു പരീക്ഷണം ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇന്നലെ ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മസ്ക ബണ്ണോ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം നാട്ടിൽ ട്രെൻഡിങ് ആണല്ലോ, അത് ഞങ്ങൾ ആക്കിയായിരുന്നു. അപ്പം അതിൻ്റെ കോലാഹലങ്ങളാണ് ഇതൊക്കെ കണ്ടോ, എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കണേ. ഇത് കണ്ടോ ഇതിനകത്താക്കിയത്. കാരണം ഞങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ബട്ടർ, അതിനകത്ത് കുറച്ച് പഞ്ചസാര, പിന്നെ പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. അങ്ങനെയാണ് ആക്കിയത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ദോശക്കല്ല് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, സൂപ്പർ ദോശക്കല്ലാണ്. അപ്പം ഇനി എനിക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകണം, ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. അതാണ് എൻ്റെ അടുത്ത കേട്ടാ. ഞാനപ്പോൾ അത് ചെയ്യട്ടെ. ഇപ്പം നമ്മളിങ്ങനെ ഓരോ പണി ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക വീട്ടിലെ സാധനങ്ങൾ തീർന്ന കാര്യം. എന്താണ്, നമുക്കൊരു ഓർഗനൈസിങ് ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ തീരുമ്പോഴാണ് മേടിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയല്ലല്ലോ. കുറേയൊക്കെ എല്ലാം മുൻകൂട്ടി അത് എക്സ്പീരിയൻസിൻ്റെ കുറവായിരിക്കുമല്ലോ. ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടെല്ലാം ചെയ്യുമായിരിക്കും തോന്നുന്നു. ഗൈസ്, അപ്പം എൻ്റെ രാവിലത്തെ പണികളൊക്കെ തീർന്നു. ഇനി ഓൾറെഡി ഇന്നലെ ആക്കിയ കഞ്ഞി ഇരിപ്പുണ്ട്, അപ്പം അത് ചൂടാക്കും. പിന്നെ അച്ചാറുണ്ട്, വേണമെങ്കിൽ നമുക്കൊരു മുട്ടയും പിടിക്കാം, അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളേക്കും ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഏകദേശം എണീറ്റത് ഉച്ച സമയത്താണ്. പക്ഷെ ഉച്ച എന്ന് തോന്നുന്നില്ലല്ലോ, നോക്കൂ. അപ്പം അതുകൊണ്ട് നമുക്കിനി കഞ്ഞി കുടിച്ചാൽ മതി. ഇവിടെ ഇപ്പം വിൻ്റർ തുടങ്ങി, ഏകദേശം വിൻ്റർ തുടങ്ങി. അപ്പം ഇങ്ങനെ ഇലയൊക്കെ പൊഴിയാൻ പോവാണ്. വിൻ്റർ തുടങ്ങി അതോ ഓട്ടമാണോ സീസൺ എന്നൊരു ഡൗട്ടുണ്ടേ. ഇല പൊഴിയാൻ പോവാണ്, കാണിച്ചു തരാം. കണ്ടോ, ഇലയൊക്കെ മഞ്ഞ കളറായി. ഇനി അത് തന്നെ പൊഴിഞ്ഞ് വീഴും. ഇവിടെ നല്ല വൃത്തി കാണാം. ഇങ്ങനെ അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് പുറകു സൈഡിലെ മരമാണ്. ഇപ്പൊ ഇതൊക്കെ ഫ്രണ്ടിലെ മരം നോക്ക്, അതെല്ലാം ഏകദേശം പൊഴിഞ്ഞു. മഞ്ഞ് പെയ്യും എന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെയൊക്കെ മഞ്ഞ് പെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ മഞ്ഞൊന്നും വന്നില്ല. നല്ല മഴയായിരുന്നു. മഴ പിന്നെ മഞ്ഞ് ചെറുതായിട്ട് തൂകി കുഞ്ഞു തൂവല്ലേ, പക്ഷെ വലിയ മഞ്ഞ് പോലെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. വരണമെന്ന് അത്ര നിർബന്ധവുമില്ല. നമ്മൾ ഓൾറെഡി മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്തതാണല്ലോ, കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് പിന്നത്തെ കൊല്ലമൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ വലിയ കൊതിയൊന്നുമില്ല, പക്ഷെ കാണാൻ രസമാണ്. ഞാൻ എൻ്റെ ചാർജർ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ, അത്യാവശ്യം നല്ല നീളമുള്ള ചാർജറാണിത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ ബെഡിൻ്റെ സൈഡിലൊക്കെയുള്ള സോക്കറ്റിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് ഒത്തിരി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെമോയിൽ കണ്ടൊരു പ്രൊഡക്റ്റാണിത്. ഇത് നാട്ടിൽ മീഷോയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയാൽ മതി. കേബിൾ പ്രൊട്ടക്ടറാണ്. അതുമല്ല, അത് മാത്രമല്ല, പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾക്ക് ചാർജറൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ
കുത്തി വെക്കാൻ പറ്റും. അതിനുവേണ്ടി മേടിച്ചതാണ് ഇത്. നമ്മൾക്ക് ഇതൊന്ന് നോക്കി നോക്കാം കേട്ടോ. എന്തായാലും ഞാൻ വീഡിയോ എടുത്തതല്ലേ, അപ്പോൾ ഇതെന്തായാലും കാണുകയും ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിനകത്താക്കട്ടെ. ഇത് ഒത്തിരി വലിയ സമയം വേണം, എനിക്ക് ടൈമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാനൊരു വലിയ ലോങ് ലീവിലാണ്. ലോങ് ലീവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തായാലും വെറുതെ ഇരിക്കുകയല്ല. അപ്പം എൻ്റെ നെയിൽസ് ഫുള്ള് നെയിൽ പോളിഷൊക്കെ പോയിരിക്കുകയാണ്, നമുക്കത് വൃത്തിയാക്കാം. അപ്പോൾ ആ വൃത്തിയാക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ലീവിനെ പറ്റിയും പറയാം കേട്ടോ. അതായത് നമ്മൾക്കിവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന സമയത്ത്, ഹൗസ് ബിൽഡിങ് മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് വർക്കിലാണെങ്കിലും എന്താണ് നമ്മളൊരു പൈസ സമ്പാദിക്കുന്നുണ്ടോ, ഒരു കോൺട്രാക്റ്റ് ഒക്കെ ഉള്ള ഒരു ജോലി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിക്കുവാണോ, എന്താ വെച്ചാൽ അതാണെങ്കിൽ നമ്മൾക്ക് ലീവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ടാക്സ് പോകുന്നുണ്ടല്ലോ. ടാക്സ് പോകുന്ന പല രീതിയിലേക്ക് ഒരുപാട് സെക്ഷൻ ടാക്സിനകത്ത് എടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അതിനകത്ത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും പിടിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ സിക്കായിട്ടുണ്ടെങ്കിൽ 6 മാസം വരെ നമ്മുടെ ആർബിഐ തന്നെ നമുക്ക് ഫണ്ട് തരും, മീൻസ് സാലറി തരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശമ്പളം തരുന്നത് നമുക്ക് സാധാ സാലറി അല്ല, നമുക്ക് ക്രാങ്ക് ആൻഡ് ഗിൽഡ് ആയിരിക്കും കിട്ടും. അതായത് എന്താ പറയുക, സിക്കിന്റെ ശമ്പളം, മീൻസ് അതിനെന്താ പറയുക മലയാളത്തിൽ എനിക്കറിയില്ല. ക്രാങ്ക് ആൻഡ് ഗിൽഡ് ആയിരിക്കും നമുക്ക് കിട്ടുക 6 മാസം വരെ. പക്ഷെ 6 മാസമല്ല, 6 ആഴ്ച വരെ നമുക്ക് നോർമൽ സാലറി കിട്ടും. 6 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ക്രാങ്ക് ആൻഡ് ഗാസ് ആയിരിക്കും നമ്മൾക്ക് പൈസ തരാൻ പോകുന്നത്. അപ്പം ഈ 6 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെയ്ഡ് ലീവാണ്, നമുക്ക് അങ്ങനെ ലീവ് എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒരു ലീവിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഇത്തിരി ഡൗട്ടുണ്ട്. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മൾ നെയിൽസ് ഇപ്പോൾ ചെയ്യുവാണ്. ഇത് നെയിൽ പോളിഷിൻ്റെ ഈ നേരത്തെ ഉണ്ടായിരുന്നത് ഇത് ആക്ച്വലി ഇങ്ങനെ ഞാൻ നഖമൊന്നും വളർത്താറില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലീവിലാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. അല്ലാണ്ട് ഇപ്പം ഞാൻ ജോലിയുടെ സമയത്താണെങ്കിൽ, ക്ലാസ്സിൻ്റെ സമയത്താണെങ്കിലും ഞാൻ അങ്ങനെ നെയിൽസ് അങ്ങനെ വളർത്താറില്ല. ഇവിടെ അങ്ങനെ അലൗഡ് അല്ലാന്നല്ല, ഇങ്ങനെ പറയും, ആദ്യം ഇങ്ങനെ പറയും നമ്മൾക്കിങ്ങനെ ഒരു വർക്ക് ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ ഇല്ലേ, അതിനകത്തുള്ളതാണ് നെയിൽസ് പാടില്ല, മുടി ടൈ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എല്ലാവരും ഒന്നും ഇതിവിടെ പാലിക്കാറില്ല, അത് വേറൊരു കാര്യം. നാട്ടിലത്തെ പോലെ അത്ര സ്ട്രിക്റ്റ് അല്ല. നമ്മളിത് കളഞ്ഞിട്ട് ഞാൻ ഒരു നെയിൽ പോളിഷ് ഇടാം. ഇതൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച നെയിൽ പോളിഷ് റിമൂവറാണ്. ചെറിയ പൈസ ഉള്ളൂ ഇതിനേക്കാൾ നല്ല റിമൂവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് അതായത് എന്താ പറയുക, ഞാൻ 10ാം ക്ലാസ് തൊട്ട് 10അല്ല അതിന് മുന്നേ ഇത് പണ്ടേ ഉണ്ട് ഇങ്ങനത്തെ സാധനം. അപ്പം ഞാൻ നെയിൽസിലെ ഫുള്ള് നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് നെയിൽ പോളിഷ് ഇടാം. അതായത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഒരു സ്കിൻ കളർ. എനിക്കങ്ങനെ അത്രയും അധികം ഇതായിട്ടുള്ളത് എനിക്ക് ചെയ്യത്തില്ല. പണ്ടൊക്കെ നെയിൽ പോളിഷൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം കളിയാക്കൽ കേൾക്കുമെന്ന് അറിയോ, ഇങ്ങനെ അയ്യേ. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ കളറ് വെച്ചിട്ടുള്ള വേർതിരിവൊന്നും അധികം അങ്ങനെ ഉണ്ടെന്ന് തോന്നില്ല. ആൾക്കാരൊക്കെ ബോധം വെച്ചു. പണ്ടൊക്കെ ആയിരുന്നു എന്താ എൻ്റെ പൊന്നോ, എന്തൊക്കെ കളിയാക്കൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഞാനും ഒത്തിരി കളിയാക്കൽ കേട്ടിട്ടുണ്ട് ഈ കറുത്തതിൻ്റെ പേരിൽ. തമാശയായിട്ട് കളിയാക്കുന്ന, പക്ഷെ എനിക്ക് ഇടയ്ക്കൊക്കെ അത് ഫീൽ ആവുമായിരുന്നു. ഇടയ്ക്കല്ല, എനിക്ക് എപ്പോഴും ഫീൽ ആവുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞാലും. അപ്പം ഞാൻ ഇനി നെയിൽ പോളിഷ് ഇത് കയ്യിലിടട്ടെ, എന്നിട്ട് വരാവേ. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞു. ഇതെന്താന്ന് തോന്നുന്നുണ്ട്, ഇതാണ് രണ്ടടേ. അപ്പം അങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ പണിത് ഈ സാധനം ഞാൻ ഇതിനകത്ത് പിടിപ്പിച്ചു. ഇനി കുറച്ചും കൂടെ ഉണ്ട്.
അപ്പോൾ ഗൈസ് ഇത് നോക്ക്, കുക്കറിൻ്റെ സൗണ്ട്. ഓക്കെ, ഇതുണ്ടോ, ഇത് ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആക്കിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര നീളമാണല്ലോ ഈ ചാർജറിന്. അപ്പോൾ ഈ ഒരു സാധനം നമ്മളിങ്ങനെ കട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ തികയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഗ്യാപ്പിട്ടാണ് ആക്കിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ വേറൊരു സാധനമാണ് ഇത് നമുക്കിതിനകത്ത് പിടിപ്പിക്കണം. ഇത് ഭയങ്കര പാടായൊരു പണിയാണ്. ഓക്കെ, ഇങ്ങനെ ഒന്നാമത്തെ കൈ ഇതിൻ്റെ അല്ലാന്ന് തോന്നുന്നു. കൈയൊക്കെ വേദനിക്കണം. സക്സസ്ഫുൾ. ഇത് ആക്ച്വലി ഇതിൻ്റെ അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്കിതിങ്ങനെ തള്ളിപ്പോയായിരുന്നു, അത് അങ്ങോട്ടേക്ക് നീക്കി വെക്കാം. ഫൈനലി ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നോക്കൂ, സക്സസ്ഫുൾ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പരിപാടി നമുക്ക് നോക്കി നോക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പ്ലഗ് ഉണ്ട് ഈ അറ്റത്ത്, അവിടെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ ചാർജർ ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചു. ചാർജർ ഇവിടെ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് പൊട്ടിക്കുകയാണ്. ഇതിന് ഞാനിവിടെ ഒരു പിങ്ക് കളറായി എടുക്കുക. ഈ പിങ്ക് ഈ ചാർജർ എൻ്റെ ഒരു ആഗ്രഹം ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുക ഒരു സാധനമുണ്ട് കേട്ടോ. നമ്മൾക്ക് അവിടെ ടൈറ്റാണ്, അത് ടൈറ്റാണ്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കുറച്ച് കെട്ടിയും വെച്ച് എൻ്റെ ഒരു ആഗ്രഹം ഇതിവിടെ വെക്കാനാണ്. ബോറായിരിക്കും. അല്ല, ഇത് ഇവിടെ വെച്ചാൽ മതിയോ? ഇവിടെ വെക്കുന്നത് തെറ്റുണ്ടോ? തെറ്റില്ലാന്ന് തോന്നുന്നു. അല്ല, ഇവിടെ വെച്ചാലും ആരും കാണാത്ത രീതിയിൽ അതായിരിക്കും നല്ലത്. ഇതൊരു ഡബിൾ സ്റ്റിക്കറാണ്. ഇതിങ്ങനെ നമുക്കിത് ഇതിവിടെ ഇങ്ങനെ തുറക്കാം. ഇതിങ്ങനെ നമുക്ക് തുറക്കാം. എന്നിട്ട് ഈ സാധനം നമ്മളതാണ്ട് ഏകദേശം ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ വള്ളി ഉണ്ടല്ലോ, ഈ കേബിൾ ഇങ്ങനെ ഒത്തിരി ഉള്ളത് ഇത് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ കെട്ടി വെച്ചു. നമ്മുടെ ഇപ്പോഴുള്ള പ്രശ്നം ഇതിങ്ങനെ നിലത്ത്, എൻ്റെ അമ്മേ, ഇത് നിലത്ത് കിടക്കുന്നതായിരുന്നു നമ്മുടെ പ്രശ്നം. അപ്പം ഇത് നിലത്ത് കിടക്കുന്നതായിരുന്നു നമ്മുടെ പ്രശ്നം. അപ്പം നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി മുതൽ ഇത് നിലത്തല്ല, ഇനി മുതൽ ഇവിടെയാണ്. ഇനി മുതൽ ഇവിടെ സുന്ദരനായിരിക്കും. ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കും, ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ഊരിയെടുക്കും. കാണാമോ? ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ഊരിയെടുക്കും, ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കും. സൂപ്പർ. കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാരാന്നറിയാമോ? എന്താ പരിപാടി? അയ്യോ, വീഡിയോ. അപ്പോൾ ഗൈസ്, ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പണി ഉണ്ടായിരുന്നു. നോക്കുക. ഇപ്പൊ വേണ്ട, കുടിച്ചോ.
ഞാനൊന്നും കഴിച്ചില്ല, കഞ്ഞി കുടിക്കണം. ഇപ്പൊ ഏകദേശം വൈകുന്നേരം 3:30 സമയമായി. നോക്കുക, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഇവിടെയൊക്കെ ഓൾറെഡി ഇരുട്ടാവാൻ തുടങ്ങി. ഇനി മുതൽ ഇങ്ങനെയായിരിക്കും. വിൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൂര്യൻ പോകും. പെട്ടെന്ന് സൂര്യൻ പോകുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും സൂര്യൻ വരുന്നതും. അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും, പേടിയാവും. എനിക്കതൊക്കെ ഓർക്കുമ്പോഴേ വിഷമം വരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മളിതൊക്കെ നമ്മുടെ പണിയാണല്ലോ, നമ്മളിതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ കുറച്ച് ഫുഡ് കഴിക്കും, എന്നിട്ട് ഒന്ന് കുളിക്കും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇന്നത്തെ എൻ്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ഇനി മുതൽ ഞാൻ ഇങ്ങനെ എന്നും വീഡിയോ ചെയ്യും. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ചെയ്തിരിക്കും, എന്തായാലും ഞാൻ ചെയ്തിരിക്കും. പിന്നെ എൻ്റെ ലീവിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും, ഹൗസ് ബിൽഡിങ്ങിൽ ലീവ് എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫും പോകും. ഇനി മുതൽ എന്നും ഞാൻ വീഡിയോ ആണ്, എൻ്റെ ഡേ എന്നും വീഡിയോ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാനത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, സീ യു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനകത്ത് അതിന് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു സമയം വീഡിയോ ചെയ്യാണ്ടായി. അപ്പം നമ്മളത് വീഡിയോ തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലേ, ആ സ്റ്റാർട്ടിങ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യേ.